തൊട്ടടുത്തുള്ള റൂമിൻ്റെ നിന്ന് നിലവിളി കേട്ടിട്ടാണ് നമിത അങ്ങോട്ട് കയറി ചെല്ലുന്നത്. റൂമിൻ്റെ വാതിൽ പാതി ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. നമിത ആ വാതിൽ തള്ളി തുറന്നു. അവിടെ തൻ്റെ അമ്മായിയമ്മയായ അനിതയും മകൻ്റെ മുതലാളിയായ ഷാഫിയും ഉണ്ടായിരുന്നു. ഷാഫിയുടെ മടിയിൽ ഇരുന്നു കൊണ്ട് അനിതയുടെ നിലവിളിയായിരുന്നു അവൾ കേട്ടത്. ആ രംഗം കണ്ട് നമിതയ്ക്ക് ഒന്നും തോന്നിയില്ല. തൻ്റെ അമ്മായിയമ്മയോട് ഒരു ദേഷ്യമോ വിരോധമോ ഒന്നും തോന്നിയില്ല. അവൾക്കും ഉണ്ടായിരുന്നു ചൂടുപിടിക്കുന്ന വികാരം. അവൾ വാതിലിൻ്റെ മറവിൽ ഒളിഞ്ഞു നിന്നു. ഷാഫി അനിതയെ ബെഡിലേക്ക് തള്ളിയിട്ടു. മലർന്നു കിടക്കുന്ന തൻ്റെ അമ്മായിയമ്മയുടെ മുകളിലേക്ക് മുല്ലവള്ളി പോലെയായിരുന്നു ഷാഫി പടർന്നു കയറിയത്. ഇതെല്ലാം കണ്ടു നിൽക്കുന്ന നമിതയ്ക്ക് തൻ്റെ ചൂടുപിടിച്ച വികാരം ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അവൾ തൻ്റെ കൈകൾ എന്തിനും വേണ്ടി തയ്യാറെടുത്തു പുറത്തു നിന്നു. അനിതയുടെ നെയ്മൂറ്റിയ ശരീരം കാർന്നു തിന്നുകയായിരുന്നു ഷാഫി. അനിതയുടെ ശബ്ദം അവിടെയിവിടെയായി തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ഷാഫി അനിതയെ വയൽവരമ്പിൽ ഉഴുന്നു മറയ്ക്കുന്നത് പോലെ മറച്ചും കൊണ്ടിരിക്കുമ്പോഴായിരുന്നു പെട്ടെന്ന് വാതിലിൽ നിന്ന് ഒരു വെളിച്ചം വരുന്നത് അവൻ കണ്ടത്. അവൻ തല ചെരിച്ചു നോക്കിയപ്പോൾ അവിടെ നിൽക്കുന്ന നമിതയാണ്. നമിതയെ കണ്ട മാത്രയിൽ ഷാഫിയുടെ കണ്ണുകളൊന്നും തിളങ്ങി. അമ്മായിയമ്മയും മരുമകളും, ആഹാ എന്നവൻ്റെ മനസ്സിൽ ചിന്തിച്ചു. ഷാഫി നമിതയെ കണ്ടതു നമിത ഒന്ന് തല കുനിച്ചുപോയി. കാരണം അവളുടെ കൈകൾ തൻ്റെ ശരീരത്തിൽ സ്വന്തം ചൂട് ശമിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഷാഫി അവളെ നോക്കിയതും. അമ്മായിമ്മ ഇതൊന്നും അറിയാതെ ഷാഫിയെ പിടിച്ചു വലിക്കുന്നുണ്ടായിരുന്നു. തൻ്റെ വികാരത്തിൻ്റെ ചൂട് തണുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വെപ്രാളമായിരുന്നു അനിതയിൽ ഉണ്ടായിരുന്നത്. ഷാഫി പതുക്കെ പതുക്കെ എന്ന അമ്മായിയമ്മയുടെ ചൂടുള്ള ശരീരഭാഗങ്ങളിൽ തണുപ്പ് പകർത്തിക്കൊടുത്തു. നമിത അത് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. എത്ര തണുപ്പിച്ചിട്ടും ചൂടാറാത്ത അനിതയുടെ ദേഹമായിരുന്നു ഷാഫിയുടെ കൈകളിൽ നിന്ന് അമ്മാനമാടിയത്. പെട്ടെന്ന് അനിത ഷാഫിയെ നോക്കുമ്പോൾ ഷാഫി തല തിരിച്ച് നമിതയെ നോക്കുന്നതായിരുന്നു കണ്ടത്. നമിതയെ കണ്ടതും അനിത ഒന്ന് ഞെട്ടിപ്പോയി. കാരണം തൻ്റെ മരുമകൾ തന്നെ ഈ അവസ്ഥയിൽ കണ്ടല്ലോ എന്നുള്ള ഉൾഭയമായിരുന്നു അനിതയ്ക്കുണ്ടായിരുന്നത്. പക്ഷേ നമിതയുടെ മുഖം കണ്ടപ്പോൾ അനിതയ്ക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. തന്നോട് ദേഷ്യമുള്ളതായിട്ടൊന്നും തോന്നിയില്ല. അനിത പതുക്കെ മരുമകളുടെ മാടി വിളിച്ചു. മരുമകൾ പതുക്കെ പതുക്കെ അകത്തേക്ക് കയറി. അനിത കിടക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റിരുന്നു. എന്നിട്ട് ഷാഫിയോട് പറഞ്ഞു, ഇത് നമിത അറിയാലോ, എൻ്റെ മകനാണ് കല്യാണം കഴിച്ചതെങ്കിലും അവൾക്ക് വേണ്ട അവളുടെ ശരീരചൂട് ശമിപ്പിക്കാൻ ഇന്ന് വരെ എൻ്റെ മകനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല ഷാഫി ചിരിച്ചും കൊണ്ട് പറഞ്ഞു. അതിനെന്താ, ഞാനുണ്ടല്ലോ ഇവിടെ നിങ്ങളുടെ രണ്ടുപേരുടെയും ചൂട് ശമിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞ് അവൻ നമിതയുടെ കയ്യിൽ കയറി പിടിച്ചു. നമിത ആകെ പരിഭ്രാന്തിയായി നോക്കി നിന്നു. അമ്മായിമ്മ കണ്ണടച്ചു കാണിച്ചു അവളെ. പിന്നെ ഒന്നും നോക്കിയില്ല. അവൾ ബെഡിലേക്ക് ഇരുന്നു. ഷാഫി രണ്ടുപേരെയും മാറി മാറി നോക്കി. ഷാഫി പതുക്കെ നമിതയുടെ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൽ കൈപിടിച്ചു. പിന്നെ അത് കാണുന്നത് താഴെ ഊർന്നു വീഴുന്നതാണ്. നമിത നാണം കൊണ്ട് മുഖം കുനിച്ചു. തൻ്റെ കയ്യിലിരിക്കുന്ന പഞ്ഞിക്കെട്ടുകളിൽ കൈകൾ കൊണ്ട് മറച്ചു. ഷാഫി പതുക്കെ ബലം പ്രയോഗിച്ച് കൈകൾ വിടർത്തി. തുള്ളിത്തുളുമ്പി നിൽക്കുന്ന ആ പഞ്ഞിക്കെട്ടുകളിലായിരുന്നു അവൻ്റെ നോട്ടം. കൂടെ അനിതയായ അമ്മായിയമ്മയും സഹകരിച്ചു. പതുക്കെ ഷാഫി അവളെ പിടിച്ചു ബെഡിൽ കിടത്തി. പൂ പോലെയുള്ള അവളുടെ ശരീരം നോക്കി ചുണ്ടു നനച്ച് ഷാഫി നിന്നു. ഷാഫി എന്ന വിളി കേട്ടിട്ടാണ് ഷാഫി തല തിരിഞ്ഞു നോക്കി. അനിത പറഞ്ഞു, ഷാഫി, ഇവൾക്കുമുണ്ടാവും
ഇവളുടെ ശരീരത്തിലെ ചൂടൊന്ന് ശമിപ്പിച്ച് കൊടുത്തേക്ക് എന്ന് പറഞ്ഞു അനിത മാറി നിന്നു. ഷാഫി പിന്നെ അത് കേൾക്കേണ്ട താമസം നമിതയുടെ ശരീരത്തിലെ മുല്ലവള്ളി പോലെ പടർന്നുയർന്നു കയറി. ആദ്യമായി ഒരു പുരുഷൻ കൈവച്ച പോലെയായിരുന്നു നമിതയ്ക്ക് തോന്നിയത്. കാരണം തൻ്റെ ഭർത്താവിനെ കൊണ്ട് ഒന്നും പറ്റില്ലായിരുന്നു. നമിതയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ഷാഫി കൈവച്ച മുതൽ തന്നെ തൻ്റെ ശരീരത്തിലെ ഏതെല്ലാം ഭാഗങ്ങളിൽ ജലകണികകൾ പൊട്ടുന്നുണ്ടായിരുന്നു. ഷാഫി അവളെ വയൽവരമ്പിലെ പുൽനാമ്പുകൾ അകഞ്ഞുമാറ്റി. ഷാഫിയുടെ കയ്യിലിരിക്കുന്ന മകുടം അതിൽ ഉഴുതുമറിയാൻ തുടങ്ങി. പിന്നീട് ആ റൂമിൽ കേട്ടത് നമിതയുടെ അലർച്ചയാണ്. അമ്മായിയമ്മയായ അനിത ചുമരം ചാരി നിന്ന് ചെറുപുഞ്ചിരിയോടെ ഇതെല്ലാം നോക്കിക്കണ്ടു നിന്നു. തൊട്ടടുത്തുള്ള റൂമിൻ്റെ നിന്ന് നിലവിളി കേട്ടിട്ടാണ് നമിത അങ്ങോട്ട് കയറി ചെല്ലുന്നത്.